ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ കൂടൽമാണിക്യം ഭരത ക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖുചക്ര പത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റേതാണ്. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ, അതായത് തിരുപ്പതികൾ, 13 ക്ഷേത്രങ്ങൾ മലയാള നാട്ടിലാണ്. അതിലൊരു തിരുപ്പതിയാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ഈ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ പൂർണ്ണകായ, അതായത് ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെ ചാലക്കുടി പുഴയുടെ കിഴക്കേക്കരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആദിശേഷൻ്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ നിയമവ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന മൂഴിക്കുളം കച്ചവും പുരാതന മലയാളത്തിലെ വേദപാഠശാലയായ മൂഴിക്കുളം ശാലയും ക്ഷേത്രത്തോടനുബന്ധിച്ച് ഉള്ളവയായിരുന്നു. മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഇത്. രാമായണ മാസമായ കർക്കടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. രാമായണ മാസാചരണം, ശ്രീരാമനവമി, മണ്ഡലകാലം തുടങ്ങിയവയും അതിവിശേഷമാണ്. ഇനി ഐതിഹ്യം. ദ്വാപര യുഗാന്ത്യത്തോടെ ദ്വാരക സമുദ്രത്തിൽ ആണ്ടുപോവുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നമാരുടെ കൃഷ്ണശിലാ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുകയും ചെയ്തു. ഈ വിഗ്രഹങ്ങൾ തൃപ്രയാറിന് സമീപം മത്സ്യബന്ധത്തിൽ ഏർപ്പെടുന്ന മുക്കോർമാർക്ക് ലഭിച്ചു. ഇതിനെക്കുറിച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വിശദമാക്കുന്നില്ല. തമിഴ് വിശ്വാസമനുസരിച്ച് വനവാസ കാലത്ത് ചതുരംഗപ്പടയോട് കൂടിയ ഭരതൻ ശ്രീരാമനെ കാണാൻ വന്നപ്പോൾ തങ്ങളെ വധിച്ച് അയോധ്യ എന്നേക്കുമായി കൈക്കലാക്കുവാൻ വന്നതാണെന്ന സംശയത്തോടെ യുദ്ധസന്നദ്ധനായ ലക്ഷ്മണനെ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് അയോധ്യയിൽ വന്ന് രാജ്യഭാരം ഏൽക്കണമെന്ന ഭരതൻ്റെ അപേക്ഷ പശ്ചാത്താപ വിവശനാക്കി. പാപശാന്തിക്കായി പൂറൈയാറിന് തീരത്ത്, അതായത് ചാലക്കുടിയാറിൽ, ഹരിത മഹർഷി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലത്ത് തപസ്സനുഷ്ഠിക്കുകയും വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം, മണ്ഡപം, ചുറ്റമ്പലം എന്നിവയോടുകൂടി ക്ഷേത്രം പണിയുകയും ചെയ്തു. പ്രതിഷ്ഠാമൂർത്തികൾ. കിഴക്കോട്ട് ദർശനമായി കാണപ്പെടുന്ന ലക്ഷ്മണനെ പൂർണ്ണ പ്രതിഷ്ഠയോടെ പ്രധാന ദേവനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മണന് പുറമെ അതേ ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തി, ശിവൻ, ഗണപതി എന്നീ ശൈവ സാന്നിധ്യവും ശ്രീരാമൻ, സീത, ഹനുമാൻ എന്നീ വൈഷ്ണവ സാന്നിധ്യവും ഉണ്ട്. നാലമ്പലത്തിൽ തെക്കു പടിഞ്ഞാറ് ആയി ശാസ്താവും ഭഗവതിയും പുറത്ത് വടക്കേ ദിശയിൽ ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയും ഉണ്ട്. ഇനി പേരിന് പിന്നിൽ. ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻകാലത്ത് ഇത് വനപ്രദേശമായിരുന്നു. മൂഴിക്കുളം. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഹരിത മഹർഷി മഹാവിഷ്ണുവിൻ്റെ ദർശനത്തിനായി പൂറയാറിന് തീരത്ത് ചാലക്കുടിയാറിൽ തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും പിറക്കാനിരിക്കുന്ന 10ാമത്തെ യുഗം സർവനാശിയായ കലിയുഗമാണ് എന്നതിൻ്റെ അക്കാലത്ത് ജനങ്ങൾ ആത്മശാന്തിക്കും മോക്ഷത്തിനുമായി
അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപേണ ഭഗവാൻ മഹർഷിക്ക് ഉപദേശിച്ചു. ഭഗവാന്റെ തിരുമൊഴിയുണ്ടായ കളത്തിന് സ്ഥലം തിരുമൊഴിക്കുളം എന്ന പേര് ലഭിച്ചു. ക്രമേണ തിരുമൂഴിക്കുളം ആകുകയും മൂഴിക്കുളമായി മാറുകയും തീർന്നു. ദർശനക്രമം. ക്ഷേത്രത്തിൽ ദർശനത്തിന് ഒരു പ്രത്യേക ക്രമമുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്ന് ലക്ഷ്മണസ്വാമിയെ വണങ്ങി ഗണപതി, ദക്ഷിണാമൂർത്തി അതായത് ശിവൻ, മറ്റ് ദേവതകൾ എന്നിവരെ തൊഴുത് വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങണം. പ്രദക്ഷിണമായി വന്ന് ശാസ്താവിനെയും ഭഗവതിയെയും തൊഴണം. പിന്നീട് ഗോശാലകൃഷ്ണനെ വന്ദിക്കുക. എന്നിട്ട് കിഴക്കേ നടയിൽ എത്തി വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങുക. പൂജാതി കർമ്മങ്ങൾക്ക് ജലം സംഭരിക്കുവാൻ ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു കിണറുണ്ട്. പതിവായി എതിർത്ത പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകളും അനുബന്ധമായി 3 ശ്രീബലികളും ഉണ്ട്. എത്തിച്ചേരാനുള്ള വഴി. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്കമാലി 10 കിലോമീറ്റർ അകലെ. ഏറ്റവും അടുത്തുള്ള പട്ടണം ആലുവ മാള 16 കിലോമീറ്റർ അകലെ. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം 12 കിലോമീറ്റർ അകലെ. അടുത്തത് പ്രധാന വിശേഷങ്ങൾ. തിരുവുത്സവം. ക്ഷേത്രത്തിൽ പ്രധാന വിശേഷമായ തിരുവുത്സവം മേടമാസത്തിൽ അത്തം കൊടിയേറി തിരുവോണനാൾ ആറാട്ടോടെ ആഘോഷിക്കുന്നു. 6-ാം ഉത്സവ ദിവസത്തെ ഉത്സവബലിയും 9-ാം ഉത്സവത്തെ പകൽപൂരവും ഇതിൽ പ്രധാനപ്പെട്ടവയാകുന്നു. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകുമെങ്കിലും ക്ഷേത്രകലകൾക്കാണ് പ്രാധാന്യം. പ്രതിഷ്ഠാദിനം. മകം 3-ന് പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നു. തിരുവോണം. എല്ലാ മാസവും നവകം പഞ്ചഗവ്യം പൂജാദികളോടെ തന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്നയാൾ പ്രത്യേകമായി ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള പ്രസാദമൂട്ട് ഭഗവാന്റെ ഇഷ്ടവഴിപാടാണ്. വാരം. ധനു 14-ാം തീയതി പറവൂർ സമൂഹ മഠത്തിൽ നിന്നും നൽകുന്ന വസ്തുവിൻ്റെ ഇനാം എന്ന നിലയിൽ പ്രസാദമൂട്ട് നടത്തുന്നു. തിരുവാതിര. ധനുമാസത്തിൽ തിരുവാതിരയും ആഘോഷിക്കുന്നു. മണ്ഡലപൂജ. വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം 41 ദിവസവും ആഘോഷിക്കാറുണ്ട്. ചാക്യാർ കൂത്ത്. ഭഗവാന്റെ ഇഷ്ടകല എന്ന് ദേവപ്രശ്നവിധിയിൽ തെളിഞ്ഞിട്ടുണ്ട്. 41 ദിവസത്തെ കൂത്തും കൂടിയാട്ടവും ആണ് ഇവിടെ പതിവ്. വൃശ്ചിക ക്രമത്തിൽ കുടുംബകാരണവർ തലയിൽ കെട്ടുക എന്ന ചടങ്ങ് നടത്തുന്നതോടെ കൂത്തിന് തുടക്കം കുറിക്കുന്നു. 11-ാം ദിവസം അത്താഴപൂജ നട തുറക്കുമ്പോൾ മേൽശാന്തി നെറുക്കെടുക്കുന്ന കഥയാണ് ഭഗവാന്റെ ഹിതമെന്ന് വിശ്വസിച്ച് വരുന്നു. തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ അമ്മന്നൂർ ചാക്യാർ മഠക്കാർക്കാണ് കൂത്ത് നടത്തുവാൻ അവകാശം. സന്താന സൗഭാഗ്യത്തിനായി അങ്കുലിയാങ്കം എന്ന കൂത്ത് വഴിപാടായി നടത്താറുണ്ട്. അടുത്തത് രാമായണ മാസവും നാലമ്പല ദർശനവും. കർക്കടക മാസത്തിലെ രാമായണ പാരായണത്തോടെ രാമായണ മാസം ആചരിക്കുന്നു. അനന്തശായിയായ ശംഖുചക്രധാരിയായ മഹാവിഷ്ണു വാണരുളുന്ന തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ ക്ഷേത്രത്തിൽ ഒരു ദിനം ദർശനം നടത്തുന്നത് കലികാലത്ത് മഹത്തായൊരു അനുഷ്ഠാനമായി ഭക്തർ നടത്തി വരുന്നു. യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികർ കാൽനടയായിട്ടാണ് നാലമ്പല ദർശനം നടത്തിയിരുന്നത്. തൃപ്രയാർ നിർമാല്യ ദർശനം, ഇരിങ്ങാലക്കുട ഉഷപൂജ, മൂഴിക്കുളത്ത് ഉച്ചപൂജ, പായമ്മൽ അത്താഴപൂജ എന്നീ ക്രമമാണ് അക്കാലത്ത് സ്വീകരിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ ദർശിക്കുവാൻ കഴിയുന്നു എന്നതാണ് നാലമ്പല ദർശനത്തിലെ മുഖ്യ സവിശേഷതയും ആകർഷണവും. ഇനി പൂജാ സമയങ്ങൾ. രാവിലെ 4-ന് പള്ളിയുണർത്തൽ, 5-ന് നിർമാല്യം, അഭിഷേകം,
7:30 എതിർത്ത പൂജ ശിവേലി, 10:30 ഉച്ചപൂജ ശിവേലി, 5 ഉച്ചയ്ക്ക് നട തുറപ്പ്, 12 മണിക്കൊക്കെ ആകുമ്പോൾ നട തുറപ്പ്. അങ്ങനെയാണ് രാവിലത്തെ ക്രമം. വൈകിട്ട് നട തുറക്കൽ, 6:30 ദീപാരാധന, 7:30 അത്താഴപൂജ ശിവേലി, തുടർന്ന് 8 മണിക്ക് നടയടപ്പ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പൂജാ സമയം അനുസരിച്ച് രാമായണ മാസം, ഇപ്പോൾ ഈ നാലമ്പല ദർശനത്തിലെ രാമായണ മാസ സമയത്ത് വ്യത്യാസം ഉണ്ടാകാം. വഴിപാടുകൾ: ലക്ഷ്മണസ്വാമി, കദളിപ്പഴം, പാൽപ്പായസം, മുഴുക്കാപ്പ്, നിറമാല, ചുറ്റുവിളക്ക്, തിരുവോണ പ്രസാദ മൂട്ട്. ഊർമിളാദേവി: പട്ട്, മഞ്ഞൾപ്പൊടി, വെള്ളി, പാൽപ്പായസം. ഗണപതി: ഒറ്റയപ്പം, നാളികേരം ഉടയ്ക്കൽ, അഷ്ടാഭിഷേകം, നീരാഞ്ജനം, കറുകമാല, വെണ്ണ നിവേദ്യം. ബ്രഹ്മരക്ഷസ്, പാൽപ്പായസം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. പൂജാ സമയങ്ങളെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. സംശയമുള്ളവർക്ക് അത് ആ പൂജാ സമയം വെച്ച് ദർശനത്തിനൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ പായമ്മേൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.